മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഹരിതകർമ്മസേന എല്ലാവരിൽ നിന്നും ഒരേ ഫീസാണ് ഈടാക്കുന്നത്. വീടുകളിൽ നിന്ന് മാസത്തിൽ 50 രൂപ വെച്ച് ഒരു വർഷത്തിൽ 600 രൂപയാണ് ഈടാക്കുന്നത്. സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. പല ആളുകൾക്കും നികുതിയേക്കാൾ കൂടിയ തുകയാണ് അടക്കേണ്ടി വരുന്നത്. ഇത് ഞാൻ അതിനെതിരെ മാറഞ്ചേരി പഞ്ചായത്തിൽ കൊടുത്ത ഒരു അപേക്ഷയാണ്. ഈ അപേക്ഷയിലുള്ളത് ഞാൻ ഒന്ന് വായിക്കാം. ഞാൻ മാറഞ്ചേരി പഞ്ചായത്തിലെ 18-ാം വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന BPL ആശ്രയ കുടുംബങ്ങളിൽ നിന്നും സാധാരണ എല്ലാവരിൽ നിന്നും വാങ്ങുന്ന അതേ തുകയാണ് ഈടാക്കുന്നത്. 2020 ഓഗസ്റ്റ് 12 1496 ഉത്തരവ് പ്രകാരം മേൽപ്പറഞ്ഞ വിഭാഗങ്ങൾക്ക് ഫീസ് ഇളവ് അനുവദിക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇനി ആ ഉത്തരവിൽ കൊടുത്ത വിവരങ്ങൾ ഞാൻ ചുവടെ കൊടുക്കുന്നുണ്ട്. 14 വരുന്ന 7ാമത്തെ പോയിന്റ് ഞാൻ ഒന്ന് വായിക്കാം. BPL ആശ്രയ ഗുണഭോക്താക്കളുടെ വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് തദ്ദേശ സ്ഥാപനം നൽകുന്ന യൂസർ ഫീ. ഇനി 21(2) BPL ആശ്രയ കുടുംബങ്ങൾക്ക് യൂസർ ഫീ ഇളവ് അനുവദിക്കേണ്ടതാണ്. അവർക്കുള്ള യൂസർ ഫീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഗുണഭോക്താക്കളുടെ പട്ടികയോടൊപ്പം ഹരിതകർമ്മസേന കൺസോർഷ്യത്തിനു നൽകേണ്ടതാണ്. തദ്ദേശ സ്ഥാപനത്തിന്റെ ചുമതലകളിൽ വരുന്ന 6ാമത്തെ ഭാഗം ഒന്ന് വായിക്കാം. ഫീസ് ഇളവ് അനുവദിക്കപ്പെട്ട വിഭാഗങ്ങൾക്കുള്ള യൂസർ ഫീ ഹരിതകർമ്മസേനയ്ക്ക് അനുവദിക്കൽ. 2020 ഓഗസ്റ്റ് 12 ഉത്തരവ് പ്രകാരം BPL ആശ്രയ കുടുംബങ്ങൾക്ക് യൂസർ ഫീ ഇളവ് അനുവദിക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആയതിനാൽ ആ വിഭാഗങ്ങൾക്ക് യൂസർ ഫീ ഇളവ് അനുവദിച്ചു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇത് ഞാൻ കൊടുത്ത പരാതിയുടെ റെസിപ്റ്റാണ്. ഇതിനെക്കുറിച്ച് ഒരു മറുപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം.